പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. ഒന്ന് കൈയുയർത്തി കൈയടിക്കുക. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഉള്ളില് ദൈവത്തോട് ദേഷ്യം കിടപ്പുണ്ട്. ദൈവത്തെ കണ്ടു കിട്ടാത്തത് കൊണ്ട് ഇത് പ്രകടിപ്പിക്കാനായിട്ട് പറ്റുന്നുമില്ല. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ദേഷ്യം ഉള്ളിൽ കടന്നു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, അങ്ങാടി തോറ്റതിന് അമ്മയോടൊന്ന്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പോൾ ദൈവത്തോട് ദേഷ്യം കാണിക്കാൻ പറ്റിയില്ല, പിന്നെ ആരോട് കാണിക്കും? അതുമായി ബന്ധപ്പെട്ട എല്ലാവരോടും ദേഷ്യം കാണിക്കും. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഒരിക്കല് ഞാനൊരു ഇടവകയിൽ ധ്യാനം നടത്തുമ്പോൾ വീട് സന്ദർശനമായിട്ട് പോവുകയായിരുന്നു. ആ മനുഷ്യനെ ഒരിക്കലും കണ്ടിട്ട് പോലുമില്ല. അയാൾ എൻ്റെ പുറകെ നടന്ന് കുറേ നേരം തെറി പറഞ്ഞിട്ട് പോക്കളഞ്ഞ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പം ഞാൻ ആലോചിച്ചു, ഞാൻ ഇയാൾ ഇന്നുവരെ കണ്ടിട്ടില്ല. ഞാൻ ആ സ്ഥലത്ത് ആദ്യമായിട്ട് ചെല്ലുന്നതാണ്. ഞാൻ അയാളുടെ വീട്ടിലേക്ക് വരെ പോയിട്ടില്ല. അതിന് മുമ്പ് അയാൾ ഇങ്ങോട്ട് വന്ന് തെറി പറഞ്ഞിട്ട് പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. അപ്പം ഇയാൾ എന്തിനാ എന്നോട് ദേഷ്യപ്പെടുന്നത്? എന്തിനാണ്? അപ്പം ഞാൻ തിരക്കഴിഞ്ഞപ്പോൾ ഇയാളെ ഞാൻ വല്ല വൈദികരല്ലോ എന്തൊരു വിഷമല്ല ഇയാൾക്ക് ഉണ്ടാക്കിയിട്ടുണ്ടോ? അങ്ങനെയും സംഭവിച്ചിട്ടില്ല. പിന്നീട് പുള്ളിക്കാരനെ പരിചയപ്പെടുവാനും ഒക്കെ ഇടയായി. സംഭവം എന്താ? പുള്ളി കള്ളു കുടിച്ച ശേഷം പുള്ളി തെറി പറയുള്ളൂ. അതിന് കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ, പുള്ളിയുടെ കല്യാണം കഴിഞ്ഞാണ്ടൊരു 2 ആഴ്ച കഴിഞ്ഞപ്പോൾ ഉള്ള ഭാര്യ പെട്ടെന്ന് പാമ്പ് കടിച്ചു മരിച്ചു. അന്ന് പുള്ളിക്ക് ദൈവത്തോട് ദേഷ്യം തോന്നിയതാണ്. ദൈവത്തെ കിട്ടാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പേര് പറഞ്ഞു നടക്കുന്ന എല്ലാവരോടും പുള്ളി തെറി പറയും. ഇത്രേ കാര്യമുള്ളൂ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഹല്ലേലൂയ. അപ്പം ദൈവത്തെക്കുറിച്ച് കൂടുതൽ അച്ഛന്മാരല്ലേ പറയുന്നപ്പോൾ അച്ഛന്മാരുടെ ദേഷ്യം, പള്ളിയോട് ദേഷ്യം, ഇങ്ങനെ വരികയാണ്. ബൈബിളിനോട് ദേഷ്യം, ഇങ്ങനെ പലരോടും ദേഷ്യം വരിക. സഹോദരങ്ങളെയും നമ്മുടെയൊക്കെ ഉള്ളിൻ്റെ ഉള്ളിൽ നാം വിചാരിച്ചതുപോലെ പല കാര്യവും നടക്കാതെ വരുമ്പോൾ, അല്ലെങ്കിൽ ദൈവം തരേണ്ടതായ ചില കാര്യങ്ങൾ എനിക്ക് നിഷേധിച്ചു എന്ന ചിന്തയുണ്ടാകുമ്പോൾ ദൈവത്തോട് ദേഷ്യം കിടപ്പുണ്ട്. ഹല്ലേലൂയ. Hallelujah. ഹല്ലേലൂയ. Hallelujah. ഞാൻ ധൂർത്തരുടെ ഉപമയിലെ ശ്രദ്ധേയമായ മറ്റൊരു ഭാഗം നിങ്ങളുടെ മുമ്പിൽ ഒന്ന് വിവരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ധൂർത്തരുടെ ഉപമ ഒരുപക്ഷെ ചിലർ അറിയാൻ പാടില്ലായിരിക്കും. കാരണം എല്ലാ സമുദായത്തിൽപ്പെട്ട അംഗങ്ങളും ഇവിടെയുണ്ട്. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. അപ്പോൾ അതുകൊണ്ട് ചുരുക്കി ഞാൻ പറയുകയാണ്, ഇത് യേശു പറഞ്ഞ ഒരു ഉപമയാണ്. ആ ഉപമ ഇങ്ങനെയാണ്. ഒരു പിതാവിന് 2 മക്കളുണ്ടായിരുന്നു. അതിൽ ഇളയവൻ അപ്പനോട് അവകാശം ചോദിച്ചു, അപ്പം കൊടുത്തു. അവനത് കൂട്ടുകാരെ കൊടുത്ത് ജീവിച്ച് നശിപ്പിച്ച് കളഞ്ഞു. എന്നിട്ട് അവൻ ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വന്നപ്പോൾ പന്നിയെ തീറ്റാൻ പോയി. പന്നിയിടയ്ക്ക് കൊടുക്കുന്നത് അവിടെ പോലും കിട്ടാതെ വന്നപ്പോൾ ഇതാ നിരാശയിൽ നിന്നിട്ട് അവൻ്റെ അപ്പനെക്കുറിച്ചൊന്ന് ഓർത്തു. ഇതാ അപ്പൻ വളരെ വേലക്കാരും ഇഷ്ടം പോലെയുള്ള വലിയൊരു ഭവനം. എന്നാൽ അപ്പൻ്റെ അടുക്കലേക്ക് എന്നാൽ മകനായിട്ട് സ്വീകരിച്ചില്ലെങ്കിൽ ഒരു വേലക്കാരനായിട്ടെങ്കിലും എന്നെ സ്വീകരിക്കുമല്ലോ എന്ന് മനസ്സ് വിചാരിച്ചിട്ട് ചാകാൻ മനസ്സില്ലാത്തതുകൊണ്ട് അവൻ അപ്പൻ്റെ അടുക്കലോടൊന്ന് പോയി നോക്കിക്കളയാമെന്ന് വിചാരിച്ച് സ്വത്തുമായി ഇറങ്ങിപ്പോയ ഈ മകൻ എല്ലും തൊലിയുമായി അപ്പനടുക്കലേക്ക് ചെല്ലുകയാണ്. ദൂരെ വെച്ച് തന്നെ അപ്പൻ കണ്ട മട്ടുപ്പാവിൽ ചാടി ഓടി ഇറങ്ങി വന്ന് അവരെ കെട്ടിപ്പിടിച്ച് ആലിംഗനം ചെയ്ത് സ്വീകരിക്കുകയാണ്. തുടർന്ന് അപ്പൻ അവന് വേണ്ടി വലിയ സദ്യ നടത്തുകയാണ്. ഈ സദ്യ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാം കഴിഞ്ഞു, കുറേ പേര് ഭക്ഷണം എല്ലാം കഴിച്ചു പോയി. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് മൂത്ത മകനുണ്ട്. അവൻ പാടത്ത് പണിയുകയായിരുന്നു. പണിയെല്ലാം കഴിഞ്ഞ് അവൻ പയ്യെ കയറി വരുമ്പോൾ ഈ വീട്ടിൽ വലിയ പാട്ടും ആഘോഷവും നടക്കുകയാണ്. അവൻ തിരക്കി, എന്താ കാര്യമെന്ന് ചോദിച്ചു. അറിഞ്ഞില്ലേ, നിന്റെ അനുജൻ വന്നിരിക്കുന്നു.
അതുകൊണ്ട് അപ്പൻ കൊഴുത്ത കാളയെ കൊന്നിരിക്കുന്നു. ഇവരത് കേട്ട് കഴിഞ്ഞപ്പോഴേക്കും ഭയങ്കരമായി പൊട്ടിത്തെറിച്ച് വീട്ടിലേക്ക് പോലും കയറാൻ മടി കാണിച്ചുകൊണ്ട് വെളിയിൽ നിൽക്കുക. ഇപ്പം വീട്ടിലേക്ക് കയറി വരുന്നില്ല എന്ന് അറിഞ്ഞ ഉടനെ തന്നെ അപ്പൻ ഈ മൂത്ത മകൻ്റെ അടുക്കലേക്ക് ചെന്നു. ചെന്നപ്പോഴേക്കും അവൻ പൊട്ടിത്തെറിക്കുകയാണ്. അവൻ പറഞ്ഞു, കണ്ട വേശികളോടുകൂടി ജീവിച്ച് സ്വത്തെല്ലാം നാനാവിധമാക്കി തീർത്ത നിന്റെ ഇളയ മകൻ വന്നപ്പോൾ നീ അവന് വേണ്ടി കൊഴുത്ത കാളയെ കൊന്നു. ഇത്രയും നാൾ ഞാൻ നിന്നെ കൂടെ ജീവിച്ചിട്ട് എനിക്ക് വേണ്ടി ഒരു ആട്ടുകുട്ടിയെങ്കിലും നീ കൊന്നിട്ടുണ്ടോ? ഇതായിരുന്നു മൂത്ത മകന്റെ പൊട്ടിത്തെറിക്കൽ ദേഷ്യം. പ്രിയപ്പെട്ടവരെയും, ഇതേ ചോദ്യം ചില ആളുകൾ ദൈവത്തോട് ചോദിക്കുന്നുണ്ട്. എന്നോട് എനിക്കൊരു സഹോദരൻ പറഞ്ഞു, എല്ലാ ദിവസവും പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നല്ലവരായിട്ട് ജീവിക്കുന്നു, എന്നിട്ട് എൻ്റെ കുടുംബത്തിന് ഒരു പുരോഗതിയില്ല. എൻ്റെ തൊട്ടടുത്തുള്ളവർ എല്ലാ തോന്നിവാസവും ചെയ്യുന്നു, തട്ടിപ്പും വെട്ടിപ്പും ചെയ്യുന്നു, അവർ വലിയ വീട് പണിതിരിക്കുന്നു, അവർ കാറുണ്ട്. ഇതെന്താ ഇടപാടാ? ഇതൊക്കെ കാണുമ്പോൾ എനിക്ക് തന്നെ തോന്നുകയാണ്, ദൈവം ഉണ്ടോ എന്ന് പോലും തോന്നുകയാണ്. ഇതാ അവരെ ദൈവത്തോട് തന്നെ ദേഷ്യം വരികയാണ്. എന്താ ദൈവമേ അവന് കൊടുത്തത്? എന്താ എനിക്ക് തരാത്തത്? അവനേക്കാൾ കൂടുതൽ അർഹൻ ഞാനല്ലേ? ഹല്ലേലൂയ. എന്നിട്ട് ഈ സഹോദരനോട് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായിട്ട് പുരോഗതിയൊന്നും ഇല്ല എന്നുള്ളത് ശരിയാണ്, പക്ഷെ എനിക്കതിന് ദൈവത്തോട് പരാതിയില്ല. എൻ്റെ പരാതി അതല്ല. എന്നേക്കാൾ അർഹതയില്ലാത്ത തോന്നിവാസിയായി ജീവിക്കുന്നതിന് സാമ്പത്തികം കൊടുക്കുകയും അവനേക്കാൾ മെച്ചമാണ് ഞാൻ, എനിക്ക് തരാതിരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതാണ് എനിക്ക് ദൈവത്തോടുള്ള ദേഷ്യം. അപ്പോൾ വാസ്തവത്തിൽ ദൈവം ചിലരോട് കരുണ കാണിക്കുന്നത് നമുക്ക് അത്ര ഇഷ്ടമുള്ളൊരു കാര്യമല്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരിക്കൽ ഞാൻ ഒരു കുട്ടിയുമായി സംസാരിക്കുകയാണ്. ഞാൻ ചോദിച്ചു, നീ എത്രയിലാണ് പഠിക്കുന്നത്? അവൻ പറഞ്ഞു 8ലാണ്. അവൻ പറഞ്ഞു, കഴിഞ്ഞ 2 വർഷമായിട്ട് 8 തന്നെയാണ്, തോറ്റുപോയിരിക്കുകയാണ്. ഇപ്രാവശ്യം അവൻ തോറ്റുപോയി. അപ്പൊ ഞാൻ ചോദിച്ചു, നീ പഠിച്ചോ ജയിക്കാനായിട്ട്? ഞാൻ പഠിച്ചില്ല, തോറ്റതിൽ എനിക്ക് പരിഭവമൊന്നുമില്ല. പിന്നെ നിനക്ക് എന്താ പരിഭവമുള്ളത്? എന്നെപ്പോലെ തന്നെ പഠിക്കാത്ത ഒരുത്തും ജയിച്ചു പോയി, അതെനിക്ക് സഹിക്കാൻ പറ്റുന്നത്. ഞാൻ തോറ്റത് ഓക്കെ, പക്ഷെ അവരെന്തുകൊണ്ടാണ് ജയിച്ചത്? അവൻ പഠിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. അവരെ ജയിപ്പി ശരിയല്ല. പ്രിയപ്പെട്ടവരെയും, ഈ പറഞ്ഞ കാര്യം നമ്മളിലൊക്കെ ഉണ്ട്. നല്ലവനായി ജീവിച്ച് നല്ല സ്വഭാവവും പ്രാർത്ഥനയും ഒരുമാതിരി നല്ല ഒരു മനുഷ്യരായി ജീവിച്ചിട്ട് ഞങ്ങൾക്ക് മാത്രം കൊച്ചില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കല്യാണം കഴിക്കാതെ ജനിച്ച വ്യക്തിക്ക് കൊച്ചുണ്ടായിരിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഇതെന്ത് മര്യാദയുള്ളത്? ദൈവത്തിന് എന്ത് മര്യാദയുള്ളത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അപ്പോൾ ഇതാ നമുക്ക് ദൈവത്തിന് മുമ്പിൽ ചില ചോദ്യങ്ങളുണ്ട്, ചില ദേഷ്യമുണ്ട്, നമുക്ക് ദൈവത്തോട് നമുക്ക് പരിഭവമുണ്ട്. ഈ ദൈവത്തോടുള്ള ഈ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. ഒരു കാര്യം കൂടി ഞാനിവിടെ പറയട്ടെ. ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ആർക്കും സംശയമില്ല. ദൈവത്തിൻ്റെ വലിപ്പത്തെക്കുറിച്ചും ആർക്കും സംശയമില്ല. ദൈവത്തിൻ്റെ കഴിവിനെക്കുറിച്ചും ആർക്കും സംശയമില്ല. ഇതൊക്കെ നമ്മൾ ഏതാണ്ടൊക്കെ നമുക്കറിയാവുന്നതാണ് നമ്മൾ പറയുക. പക്ഷെ നമുക്ക് മനസ്സിലാക്കാൻ വളരെ ബുദ്ധിമുട്ടുള്ള ഒരേ ഒരു കാര്യമേ ഉള്ളൂ, ദൈവത്തിൻ്റെ കരുണ നമുക്ക് മനസ്സിലാകുന്നില്ല. പ്രൈസ് ദി ലോർഡ്.
ധൂർത്തപുത്രന്റെ ചേട്ടന് അപ്പനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പക്ഷെ അവൻ മനസ്സിലാക്കാൻ കഴിയാത്ത ഒരേ ഒരു കാര്യമുള്ളൂ, അപ്പന്റെ കരുണ. വേശ്യകളോട് ജീവിച്ച ഈ ഇളയ മകനെ അവൻ വന്നപ്പോൾ എന്തിനാണ് ഈ കൊഴുത്ത കാളയെ കൊന്നത്? ഇത് ഈ ധൂർത്തപുത്രന്റെ ചേട്ടന് മനസ്സിലാകുന്നില്ല. നമ്മൾ തന്നെ ദൈവത്തോട് ചോദിക്കും, എന്താ ദൈവമേ അവനോട് കരുണ കാണിക്കുന്നത്? പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ഒന്നാണ് ദൈവത്തിന്റെ കരുണ. ദൈവം നമ്മൾ ഈ ഭൂമിയിലേക്ക് നോക്കുമ്പോൾ ദൈവത്തിന്റെ വിളമ്പൽ വളരെ വ്യത്യസ്തമാണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുന്നു. വളരെ വ്യത്യസ്തമായ വിളമ്പലാണ്. ചിലർക്ക് ബുദ്ധി കൊടുത്തിരിക്കുന്നു, ചിലർക്ക് ബുദ്ധിയില്ല. ചിലർക്ക് ആരോഗ്യം കൊടുത്തിരിക്കുന്നു, ചിലർക്ക് ആരോഗ്യമില്ല. ചിലർക്ക് ആയുസ് നീട്ടിക്കൊടുത്തിരിക്കുന്നു, ചിലർക്ക് ആയുസ് തന്നെ വളരെ കുറച്ചിരിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, പ്രധാനമായും ദൈവത്തിന്റെ ഈ വിളമ്പലിനെ കുറിച്ച് നമുക്ക് മനസ്സിലാകുന്നില്ല. അതിന്റെ പേരിൽ നമുക്ക് ദൈവത്തോട് ദേഷ്യമുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഹോദരങ്ങളെ, ഈ വിളമ്പലിനെ കുറിച്ചുള്ള ചോദ്യം ഒട്ടേറെ യുക്തിവാദികളും ഒക്കെ ചോദിക്കാറുള്ള ചോദ്യമാണ്. എല്ലാ മനുഷ്യരും ഈ ചോദ്യം ചോദിക്കുന്നതാണ്. എല്ലാവരുടെയും ഉള്ളിൽ ഈ ചോദ്യം കിടപ്പുണ്ട്. എന്താ അവന് കൊടുത്തത്, എന്താ എനിക്ക് തരാത്തത്? ഒരിക്കലും സഹോദരൻ പറഞ്ഞു, ഇതാ ഞാൻ ജനിച്ചപ്പോൾ ഒരു സെന്റ് ഭൂമി പോലും ഇല്ലാത്തൊരു വാടക വീട്ടിലാണ് ഞാൻ ജനിച്ചത്. എന്റെ തൊട്ടടുത്തിരുന്ന് പഠിക്കുന്ന കുട്ടി, അവൻ ജനിച്ചതോ 100-200 ഏക്കർ സ്ഥലമുള്ള ഒരു മുതലാളിയുടെ മകനായിട്ട് അവൻ ജനിക്കുന്നു. ഞാൻ ജനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും തെറ്റ് ചെയ്തതായിട്ട് എനിക്കറിവില്ല. അവൻ ജനിക്കുന്നതിന് മുമ്പ് എന്തെങ്കിലും നന്മ ചെയ്തതായിട്ട് എനിക്കറിവില്ല. പക്ഷേ ഞാൻ ജനിച്ചത് പടുദാരിദ്ര്യത്തിലേക്ക്, അവൻ ജനിച്ചതോ വലിയ സമ്പത്തിലേക്ക്. ഇതെന്താ ദൈവമേ ഇങ്ങനെ? പ്രൈസ് ദി ലോർഡ്. ഏതൊരു തെറ്റ് ചെയ്തിട്ടായിരുന്നു എങ്കിൽ ഓക്കെ. എന്താണ് ഈ പക്ഷാഭേദം? പ്രിയപ്പെട്ടവരെയും, ഇവിടെയാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. ഈ ചോദ്യമെല്ലാം അവസാനിക്കുകയാണ്. എന്താണ്? നീ ഒരുപക്ഷെ മനസ്സിലാക്കിയിരിക്കുന്നത് കുറച്ച് ഭൗതികമായ ദാനങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ദൈവം നമുക്ക് മറ്റൊരു ദാനം നൽകിയിട്ടുണ്ട്. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൻ്റെ പുത്രനായ യേശുവിനെ നമുക്ക് തന്നിരിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇതാണ് ഈ ചോദ്യങ്ങളുടെ എല്ലാ ഉത്തരം. ഇതാ യേശുവിനെ നമുക്ക് തന്നിരിക്കുന്നു. നിന്നെ തനിച്ച് അല്ല ദൈവം ഈ ഭൂമിയിൽ വെച്ചിരിക്കുന്നത്. നീ തനിച്ച് വിജയിക്കാനായിട്ട് ദൈവം ഈ ഭൂമിയിൽ അല്ല നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. ക്രിസ്തുവിനോടുകൂടി വിജയിക്കാനായിട്ടാണ് എല്ലാവരെയും ദൈവം തെരഞ്ഞെടുത്തിരിക്കുന്നത്. നമ്മളെല്ലാവരെയും അവിടുന്ന് ക്രിസ്തുവിൽ തെരഞ്ഞെടുത്തിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഇല്ലാത്തതല്ല ഈശോയുടെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമ്മുടെ കയ്യിലില്ലാത്തതല്ല യേശുവിന്റെ കയ്യിലുണ്ട്. ആ യേശു നമ്മുടെ കൂടെയുമുണ്ട്. അതുകൊണ്ടാണ് പലതും നമ്മുടെ കയ്യിൽ തരാത്തത്. പക്ഷേ നമ്മുടെ കയ്യിൽ തരുന്നതിനേക്കാൾ തുല്യം ഒന്നാണ് യേശുവിനെ നമുക്ക് തന്നിരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാം യേശുവിന്റെ കയ്യിൽ കാണാൻ കഴിയുമ്പോൾ ഈ ചോദ്യം അവസാനിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഈ പരാതി അവസാനിക്കും.
ചിലരുടെ കയ്യിൽ ദൈവം 99% കൊടുത്തിട്ടുണ്ട്, 1% കിട്ടിയിട്ടില്ല. ആ 1% യേശുവിൻ്റെ കയ്യിൽ തന്നെ ഇരിക്കുന്നത്. ചിലരുടെ കയ്യിൽ ദൈവം 1% കൊടുത്തിട്ടുള്ളൂ, 99 യേശുവിൻ്റെ കയ്യിലിരിക്കുകയാണ്. പക്ഷേ രണ്ടുപേരും യേശുവിനോട് ബന്ധപ്പെട്ടാലേ 100 ആകുകയുള്ളൂ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. സഹോദരങ്ങളെ, നമ്മുടെ കയ്യിൽ ഇല്ലാത്തതല്ല ഈശോയുടെ കയ്യിലുണ്ട്. ആ യേശുവിനെ പിതാവായ ദൈവം നമുക്ക് തന്നിരിക്കുന്നു. എല്ലാ വ്യക്തികളും യേശുക്രിസ്തുമായുള്ള ബന്ധത്തിലൂടെയാണ് വളരേണ്ടത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് ദൈവം ആരെയും അതിൽ നിന്ന് ഒഴിവാക്കിയിട്ടില്ല. ക്രിസ്തുവായുള്ള ബന്ധത്തിൽ വളരുവാനായിട്ട് ഇതാ നമ്മളെ വിളിച്ചിരിക്കുകയാണ്. തൻ്റെ പുത്രനായ യേശുവിനെ ഇതാ എന്നേക്കുമായി നമുക്ക് തന്നിരിക്കുകയാണ്. യേശു ക്രിസ്തുവിൽ എല്ലാ അനുഗ്രഹങ്ങളും അതെ 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 എന്നാണ് 2 കൊരിന്ത്യർ 1:20 പറഞ്ഞിരിക്കുകയാണ്. യേശുവിൽ എല്ലാ അനുഗ്രഹങ്ങളും അതെ അതെ എന്നാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, ക്രിസ്തുവുമായുള്ള ബന്ധത്തിലാണ് നമുക്കിനി വളരാനുള്ളത്. യേശുവിനെ നമുക്ക് നൽകിയിരിക്കുന്നതിനാൽ എല്ലാ അനുഗ്രഹങ്ങളും യേശുവിനൂടെ നമുക്ക് തന്നു കഴിഞ്ഞിരിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. നമുക്കൊരു കൈ ഉയർത്തി ഒന്ന് പ്രാർത്ഥിക്കാം. കർത്താവായ ഈശോയെ, കർത്താവായ ഈശോയെ, അങ്ങ് എൻ്റെ കൂടെയുണ്ട്. അങ്ങ് എൻ്റെ കൂടെയുണ്ട്. ഞാനിത് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. ഞാനത് വിശ്വസിച്ച് ഏറ്റുപറയുന്നു. യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം, 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 യേശുവേ നന്ദി, യേശുവേ നന്ദി, യേശുവേ സ്തോത്രം, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ. ഹല്ലേലൂയ. സഹോദരങ്ങളെ, ക്രിസ്തുവിലൂടെയാണ് നാം ദൈവത്തെ പിതാവേ എന്ന് വിളിക്കുന്നത്. നാം ദൈവപിതാവിനെ വിളിക്കുമ്പോൾ നമ്മളെയും ദൈവപിതാവിനെയും തമ്മിൽ അകറ്റി നിർത്തുന്നത് മുഴുവനും നമ്മുടെ കൂടെയുള്ള യേശുവിലൂടെ നികത്തപ്പെടുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളെ ഓരോരുത്തരെയും സ്വർഗസ്ഥനായ പിതാവിലേക്ക് ഉയർത്തുവാൻ ഈശോ നമുക്ക് വേണ്ടി എന്താണ് ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. നമ്മുടെ ഉള്ളിലുള്ള ഈ വിടവിനെ നികത്തുവാൻ യേശു എന്താണ് നമുക്ക് വേണ്ടി ചെയ്തത് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ക്രിസ്തു ഈ ലോകത്തിലേക്ക് വന്നുകൊണ്ട് കൈകാര്യം ചെയ്തു. യേശു ഈ ലോകത്തിലേക്ക് വന്നിട്ട് കൈകാര്യം ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മളിലെ പാപത്തെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മളിലെ പാപം നമ്മളെയും ദൈവത്തെയും തമ്മിൽ അകറ്റുന്ന ഒന്നാണ്. പ്രിയപ്പെട്ടവരെയും, അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മളിൽ നടക്കണം. നമ്മുടെ ഈ നിമിഷം വരെയുള്ള മുഴുവൻ പാപത്തിനും നമുക്ക് മോചനം കിട്ടി എന്ന ഉറപ്പ് നമുക്കുണ്ടാകണം. അങ്ങനെ ഒരു ഉറപ്പ് നമുക്കില്ല എങ്കിൽ നമുക്ക് ശരിക്കും പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റിയല്ല. നമുക്ക് ദൈവത്തിൽ പൂർണ്ണമായിട്ട് അങ്ങോട്ട് ശരണപ്പെടാൻ പറ്റിയല്ല. ഇപ്പം ഇവിടെ ഇരിക്കുന്ന നമുക്കൊക്കെ ഉണ്ടാകാവുന്ന ഒരു അനുഭവമാണ്, നമ്മൾ ദൈവത്തെ വിളിക്കുമ്പോഴൊക്കെ നമുക്ക് തോന്നും, ഞാൻ വിളിച്ച ദൈവം കേൾക്കുവോ? അതെവിടെ നിന്നാണ് ചോദ്യം വരുന്നത്? കാരണം നമ്മളിൽ ചില പോരായ്മകളുണ്ട്. ആ പോരായ്മകൾ ഉള്ളത് കൊണ്ട് നമുക്ക് തന്നെ ഒരു സംശയം, എനിക്ക് ഞാൻ വിളിച്ച പ്രാർത്ഥന ദൈവം കേൾക്കുവോ? നമുക്ക് എന്ത് കാര്യത്തിനായിട്ടാണ് പ്രാർത്ഥിക്കുന്നത് അതിലൊരു വിശ്വാസമില്ലായ്മ നമുക്ക് അനുഭവപ്പെടുകയാണ്. അതിന് കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇല്ല ഞാൻ ദൈവത്തിൽ വിശ്വസിക്കുന്നു,
ഞാൻ പൂർണ്ണമായി ശരണപ്പെടുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന കാര്യം എനിക്ക് നൽകും എന്നൊക്കെ നമ്മളോട് പറഞ്ഞാലും അപ്പോഴും നമ്മുടെ ഉള്ളിലെ ഒരു ഭാഗം നമുക്കെതിരായി നിൽക്കുക, ഇല്ലടാ കിട്ടിയല്ലടാ എന്ന്. എന്താ കാരണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആ ഒരു ഭാഗം നമ്മുടെ ഉള്ളിൽ എതിരായി നിൽക്കുന്നത് നീങ്ങിക്കിട്ടണമെങ്കിൽ നമുക്ക് പൂർണ്ണമായ പാപമോചനം ആവശ്യമാണ്. എന്തെങ്കിലും ഒരു തെറ്റോ കുറ്റോ നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരുന്നാൽ നമ്മുടെ മനസ്സ് നമ്മോട് പറയും, നീ പ്രാർത്ഥിക്കുന്ന കാര്യമൊന്നും കിട്ടാൻ പോകുന്നില്ലെന്ന്. അതായത് നമ്മളിൽ എല്ലാവരിലും പ്രവർത്തിക്കുന്ന ഒന്നാണ് കുറ്റബോധം എന്നത്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറ്റബോധം വിശ്വാസത്തിന് എതിരാണ്. കുറ്റബോധമുള്ള മനസ്സിന് വിശ്വാസത്തിൽ വളരാൻ പറ്റിയല്ല. അതുകൊണ്ട് ഓരോ വ്യക്തികളിലും ഉള്ള കുറ്റബോധത്തിന്റെ ശതമാനത്തിന് ഒത്തിരി വ്യത്യാസമുണ്ട്. എല്ലാ മനുഷ്യരിലും കുറ്റബോധം കിടപ്പുണ്ട്. പാപവും കുറ്റബോധവും ഒരുമിച്ചായിരിക്കുക. എല്ലാ മനുഷ്യരും പാപികളായതുകൊണ്ട് എല്ലാവർക്കും കുറ്റബോധം കിടപ്പുണ്ട്. കുറ്റബോധം എന്ന് പറയുന്നത് തന്നെ ദൈവത്തിന് നമുക്ക് ലഭിക്കേണ്ടതായ മുഴുവൻ അനുഗ്രഹത്തെയും നിരുത്സാഹപ്പെടുത്തുന്ന ഒന്നാണ് കുറ്റബോധം. അത് ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ്. അനേകം പേരിൽ പ്രവർത്തിക്കുന്ന ഒന്നാണ് ഈ കുറ്റബോധം എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓരോരുത്തരും അവരവരിലെ കുറ്റബോധത്തിന്റെ ശതമാനത്തെ തന്നെ ഒന്ന് പരിശോധിക്കേണ്ടതാണ്. ഈ കുറ്റബോധത്തിൽ നിന്ന് നമുക്ക് സൗഖ്യം വേണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. എങ്ങനെയാണ് യേശു കുറ്റബോധത്തെ മാറ്റി തരിക? പ്രിയപ്പെട്ടവരെയും, ഈശോ ഈ ലോകത്തിലേക്ക് വന്നിട്ട് നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് വേണ്ടി അവിടുന്ന് കുരിശിൽ മരിച്ചു. നമ്മുടെ എല്ലാവരുടെയും പാപത്തിന് യേശു പരിഹാരം ചെയ്തു. അങ്ങനെ യേശുവിലൂടെ നമുക്ക് പാപമോചനം ഉറപ്പാക്കിയിരിക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവർക്കും ക്രിസ്തുവിൽ പാപമോചനത്തിനുള്ള അവകാശമുണ്ട്. ഒരുപക്ഷെ ഇവിടെ ഇരിക്കുന്ന ചിലർ ചോദിക്കും, അയ്യോ ഞാനൊരു യേശു വിശ്വാസിയൊന്നുമല്ല, അപ്പൊ എനിക്ക് പാപമോചനം ഉണ്ടാവുമോ? യേശു എനിക്ക് പാപമോചനം തരുമോ? നമ്മൾ അറിഞ്ഞിരിക്കുക, ക്രിസ്തുവിനുള്ള പാപമോചനം എല്ലാവർക്കും ഉള്ളതാണ്. ജാതി മത വ്യത്യാസം കൂടാതെ എല്ലാവരിലേക്കും യേശുവിൻ്റെ പാപമോചനം കടന്നു വരുന്നു. അതുകൊണ്ട് നമ്മൾ യേശു നമുക്ക് തരുന്ന ഈ വലിയൊരു അനുഗ്രഹം സ്വീകരിക്കാൻ തയ്യാറാകണം. ഈശോ തരുന്ന സൗജന്യമായ പാപമോചനം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അപ്പോൾ എല്ലാവരുടെയും ഉള്ളിൽ കുറ്റബോധം കിടപ്പുണ്ട്. ഈ കുറ്റബോധം സുഖപ്പെടണം. ഇതുപോലെ തന്നെ ചില ആളുകളിൽ പൈശാചികമായ ചില പീഡകളുണ്ട്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നമുക്കറിയാം, ക്രിസ്തു ഈ ലോകത്തിലേക്ക് പിറന്നു കഴിഞ്ഞ ശേഷം ആ യേശുവിനെ പോലും സാത്താൻ പരീക്ഷിക്കാനായിട്ട് ചെന്നു. ആദവും ഹവ്വയും ഭൂമിയിൽ പിറന്നു കഴിഞ്ഞ ശേഷം സാത്താൻ ആദത്തെ ഹവ്വയും പരീക്ഷിക്കാൻ ചെന്നു. യേശു ഈ ലോകത്തിൽ പിറന്നു കഴിഞ്ഞപ്പോഴോ യേശുവിനെ സാത്താൻ പരീക്ഷിക്കാൻ ചെന്നു. അപ്പോൾ സാത്താൻ്റെ ഈ പരീക്ഷണവും പീഡയും എല്ലാം എല്ലാവരുടെയും ജീവിതത്തിലുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ചില ആളുകളിൽ സാത്താൻ ഒരു പ്രലോഭനമായി, ഒരു പീഡയായി, പ്രലോഭകനായി കടന്നു വന്നേക്കാം. വേറെ ചില വ്യക്തികളിൽ ഇതാ ആ വ്യക്തിയെ ശക്തമായ വിധത്തിൽ നിയന്ത്രിക്കുന്ന ഒരാളായി മാറിയേക്കാം. പൂർണ്ണമായ സാത്താൻ ചില ആളുകളെ കീഴ്പ്പെടുത്തിയെന്നും വന്നേക്കാം. എന്തായാലും ശരി, ഈ പൈശാചികമായ പീഡ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്.
ഈ പീഡയിൽ നിന്ന് എങ്ങനെയാണ് മോചനം ലഭിക്കുക? ഇത് ഒരു ചോദ്യമാണ്. ലോകത്തിലെ ഒരേ ഒരു മതഗ്രന്ഥം മാത്രമാണ് പൈശാചിക പീഡയിൽ നിന്ന് എങ്ങനെയാണ് മോചനം തരുന്നത് എന്നതിനെക്കുറിച്ച് വ്യക്തമാക്കുന്നത്. 1 യോഹന്നാൻ 3:8 അത് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഇങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്: സാത്താന്റെ പ്രവർത്തികളെ നിർവീര്യമാക്കാനാണ് യേശു ലോകത്തിലേക്ക് വന്നത് എന്ന്. ഹല്ലേലൂയ. ഇപ്പൊ ക്രിസ്തു ലോകത്തിലേക്ക് വന്നത് തന്നെ സാത്താന്റെ പ്രവർത്തികളെ നിർവീര്യമാക്കാനായിട്ടാണ്. അപ്പൊ നമ്മുടെ കുറ്റബോധം നമ്മളെ മോചിപ്പിക്കുന്നു. പൈശാചിക പീഡകളിൽ നിന്ന് ഇതാ നമ്മളെ മോചിപ്പിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഹല്ലേലൂയ. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.